ചില ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോയിൽ വിശ്വസിച്ച ഒരുപാട് പേരുടെ കഥയാണ്. അവിടെ ഏറ്റവും ഒടുവിലായിട്ട് പറയുകയാണ്, എന്നിട്ടും അധികാരികളിൽ പോലും അനേകം പേർ അവനിൽ വിശ്വസിച്ചു. പക്ഷേ പരിസയരെ ഭയന്ന് അവരാരും അത് പുറത്തു പറഞ്ഞില്ല, പബ്ലിക്കായിട്ട് അത് പറഞ്ഞില്ല, ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കുന്നുണ്ടെന്നൊന്നും പറഞ്ഞില്ല. കാരണം എന്താണ്? അവർക്ക് ഭയമായിരുന്നു, ഇത് പറഞ്ഞാൽ അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ളൊരു ഭയം. ഏറ്റവും ഒടുവിൽ കൃത്യമായിട്ട് നല്ലൊരു വചനം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരിൽ നിന്നുള്ള പ്രശംസ അവർ ആഗ്രഹിച്ചു എന്ന് പറയുകയാണ്. നമ്മുടെ ജീവിതത്തെയൊക്കെ ഇന്നും പിടിച്ചു കുലുക്കാനായിട്ട് സാധ്യതയുള്ള ഒരു വചനമാണ്. ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരിൽ നിന്നുള്ള പ്രശംസ അവർ ആഗ്രഹിച്ചു എന്ന് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ ഈ ഒരൊറ്റ വചനം നമ്മുടെ മനസ്സിൽ കിടക്കട്ടെ. ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ അവർ ആഗ്രഹിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാനുഷികമായിട്ടുള്ള ബലഹീനതകൾ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വീഴ്ച പറ്റി പോകുന്ന ഒരു മേഖല ഇതാണ്. ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം ഞാൻ മനുഷ്യരുടെ പ്രശംസ ആഗ്രഹിക്കുന്നു. മനുഷ്യരുടെ മുമ്പിൽ നാലാളെന്ന് പൊക്കി പറയാനും നാലാളിനെ ഒന്ന് അഭിനന്ദിക്കാനും പ്രശംസിക്കാനൊക്കെ ആയിട്ട് ഞാൻ തിടുക്കം കൂടുമ്പോൾ അവിടെ നാം മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൽ നിന്നുള്ള പ്രശംസയാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, അത് മനുഷ്യരിൽ നിന്നുള്ളൊരു ബഹുമാനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെക്കാൾ അധികം മനുഷ്യരുടെ പ്രശംസ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനത്തിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.